ഈ കഥ നമ്മുടെ അപ്പുണ്ണി മാഷിന്റെ കഥയാണ്. ഇതിനു മുന്നേ അപ്പുണ്ണി മാഷിന്റെ കഥകളെല്ലാവരും കൂട്ടുകാർ കേട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പുണ്ണി മാഷ് ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. ചന്തയിൽ നിന്ന് ഒരു വലിയ മത്തങ്ങയും മേടിച്ചുകൊണ്ടാണ് മാഷ് നടന്നത്. നടന്ന് കാട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് രണ്ട് കള്ളന്മാർ ചാടി വന്നു. ഒരാളുടെ കയ്യിൽ വലിയൊരു വടിയുമുണ്ടായിരുന്നു. ആശാൻ ഇതൊന്നും കണ്ടാൽ പേടിക്കില്ല, കൂട്ടുകാർക്കതറിയാലോ. ആശാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? കള്ളന്മാർ പറഞ്ഞു, ഞങ്ങളാണ് ഈ കാട്ടിലെ വലിയ കള്ളന്മാർ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ ആരാണ്? ആശാൻ പറഞ്ഞു, ഞാനൊരു ആശാനാണ്. ഞാൻ കുട്ടികളെ ഇടയ്ക്കൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഓഹോ, നിങ്ങളൊരു ടീച്ചറാണല്ലേ? കള്ളന്മാർ ചോദിച്ചു. എങ്കിൽ ഞാൻ ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യാതെ വിടാം. ഇല്ലെങ്കിൽ ഈ വടി കൊണ്ട് ഞാൻ നിങ്ങളെ 100 അടി അടിക്കും, കള്ളന്മാർ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ആശാൻ പറഞ്ഞു, ചോദിച്ചോളൂ, ഞാൻ എന്തുത്തരവും പറയാം. കള്ളന്മാർ ചോദിച്ചു, എന്താണ് കയ്യിലുള്ളത്? ഒരു മത്തങ്ങയല്ലേ? ഈ മത്തങ്ങയ്ക്ക് എത്ര ഭാരം വരും? പറ, കൃത്യമായിട്ട് പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിങ്ങൾ അടികൊള്ളും. ആശാൻ മത്തങ്ങയൊന്ന് പൊക്കി നോക്കി, എന്നിട്ട് പറഞ്ഞു, ഈ മത്തങ്ങയ്ക്ക് നിങ്ങളുടെ തലയുടെ അത്രയും ഭാരമുണ്ട്. കള്ളൻ ഒന്ന് ആലോചിച്ചു, എന്റെ തലയുടെ അത്രയും ഭാരമോ? അത് അളന്നു നോക്കണമെങ്കിൽ എന്റെ തല വെട്ടി മാറ്റേണ്ടി വരും. ഇതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. ഉടനെ കള്ളൻ ചിരിക്കാൻ തുടങ്ങി. പറഞ്ഞ ഉത്തരം ശരിയാണേ, മാഷ് പൊക്കോ എന്ന് കള്ളൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി ആശാൻ അവിടുന്ന് സ്ഥലം വിട്ടു. ഇതുപോലെ എത്ര കെണികളാണ് അപ്പുണ്ണി ആശാൻ പെട്ടിരിക്കുന്നത്. എല്ലായിടത്തുനിന്നും അപ്പുണ്ണി ആശാൻ എങ്ങനെയെങ്കിലും ഊരിപ്പോരും. മറ്റൊരു കഥയുമായി കാതിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.